മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ CBI അറസ്റ്റ് ചെയ്തു. ഇന്നലെ തീഹാർ ജയിലിൽ നടന്ന വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം ഇന്ന് കോടതിയിൽ ഹാജരാക്കിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. അതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്ത കേസിൽ ജാമ്യവുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച ഹർജി പിൻവലിച്ചു. തീഹാർ ജയിലിൽ കഴിയുന്ന കെജ്രിവാളിനെ ഇന്നലെ CBI സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. പൊതുമേഖലയിലുണ്ടായിരുന്ന ഡൽഹിയിലെ മദ്യവിതരണം സ്വകാര്യ മേഖലയ്ക്ക് നൽകിയത് വഴി 100 കോടിയിലധികം രൂപയുടെ അഴിമതി നടന്നതായി അന്വേഷണ സംഘത്തിന് ബോധ്യമായി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തെളിവുകൾ സഹിതം ഡൽഹിയിലെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കിയ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് CBI രേഖപ്പെടുത്തിയത്. സൗത്ത് ഗ്രൂപ്പ് നൽകിയ നിർദ്ദേശങ്ങൾ പരിഗണിച്ചാണ് ആം ആദ്മി സർക്കാർ മദ്യനയം രൂപീകരിച്ചതെന്നാണ് CBIക്ക് വേണ്ടി അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചത്. മാത്രമല്ല, മദ്യനയം സ്വകാര്യ മേഖലയ്ക്ക് അനുകൂലമാക്കിയതിനെ എക്സൈസ് വകുപ്പിലെ ചില ഉന്നത ഉദ്യോഗസ്ഥർ എതിർത്തെന്നും എതിർപ്പറിയിച്ചവരെ സർക്കാർ മാറ്റി നിർത്തിയെന്നും CBI കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അഴിമതിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അരവിന്ദ് കെജ്രിവാൾ എല്ലാത്തിനും ചുക്കാൻ പിടിച്ചതെന്നും CBI അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. അതേസമയം മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കള്ളപ്പണം വെളുപ്പിച്ച കേസിൽ കഴിഞ്ഞ മാർച്ച് 21-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത അരവിന്ദ് കെജ്രിവാളിന് വിചാരണ കോടതി ജാമ്യം അനുവദിച്ചെങ്കിലും ഹൈക്കോടതി ഇത് സ്റ്റേ ചെയ്തിരുന്നു. ഹൈക്കോടതി നടപടിയെ ചോദ്യം ചെയ്ത് കെജ്രിവാൾ സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നെങ്കിലും തിരിച്ചടി ഭയന്ന് പിൻവലിക്കുകയായിരുന്നു. ജനം, ഡൽഹി.